വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കിനാലൂർ സമരം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു വാക്കാണ്. കിനാലൂർ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ദേവദാസ് നിങ്ങളോട് വിശദീകരിച്ചു. കക്കോടി പഞ്ചായത്തിലെ മോരിക്കര മുതൽ ഈ കിനാലൂർ വരെയുള്ള പ്രദേശങ്ങളിലെ കുറെ വീട്ടുകാരുടെ അല്ലെങ്കിൽ കുറെ ജനങ്ങളുടെ ഒരാവശ്യമായിരുന്നു ആ സമരം. കുറെ ആളുകളുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു. വീട് നഷ്ടപ്പെടാത്ത ആളുകളുടെ വീടുകൾ വെള്ളക്കെട്ടിലോ അല്ലെങ്കിൽ ചതുപ്പുകളിലോ മുങ്ങിത്താഴാൻ പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈ വളരെ ചെറിയ ഒരു പ്രദേശത്തെ കിനാലൂർ മുതൽ മോരിക്കര അല്ലെങ്കിൽ മാളിക്കടവ് വരെ വരുന്ന വളരെ ചെറിയ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സമരമായിരുന്നു അത്. അപ്പോൾ വേറെ നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയും ചെറിയ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ സമരം എങ്ങനെയാണ് മൊത്തം കേരളത്തിന്റെ വിഷയമായി മാറുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരത്തെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും വിവാദങ്ങളും എങ്ങനെ ഉയർന്നു വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അതാലോചിക്കുമ്പോഴാണ് നമ്മൾ മറ്റു ചില വിഷയങ്ങളിലേക്ക് കിടക്കുക. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു സമരം എന്ന് പറയുന്നത് അത് വെറും ഒരു ചെറിയ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട്, ഒരു താൽക്കാലിക ഏർപ്പാട് മാത്രമല്ല. സമരങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് ചരിത്ര സന്ദർഭത്തിലാണെങ്കിലും സമരം എന്ന് പറയുന്നത് ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു നാടിനെ രൂപപ്പെടുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വളരെ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ആധുനിക കേരളം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം, ഇന്ന് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരോഗമനാത്മകമായിട്ടുള്ള സംസ്ഥാനമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. ഏതെങ്കിലും പൊലേനെ ഈ അങ്ങാടിന്റെ അങ്ങേ തലക്ക് കണ്ടാൽ ഇവിടെ നിൽക്കുന്ന നമ്പൂതിരിയോ നായരോ എറിഞ്ഞോടിക്കുന്ന ഏർപ്പാട് ഇപ്പൊ കേരളത്തിലില്ല, മുമ്പുണ്ടായിരുന്നു. ഉയർന്ന ജാതിക്കാരൻ ഗ്ലാസിൽ ചായ കുടിക്കുകയും താഴ്ന്ന ജാതിക്കാരന് ചിരട്ടയിൽ ചായ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഹോട്ടലും ഇന്ന് കേരളത്തിലില്ല. തിരുവനന്തപുരത്തെ ചില ഓഫീസുകൾ അങ്ങനെ ഇപ്പൊ ആയി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ തമിഴ്നാട്ടിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ദലിതന്മാർക്ക് ചില റോട്ടിൽ കൂടി നടന്നു പോകാൻ പറ്റില്ല, ചില കടകളിൽ കയറാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റില്ല, ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെയുള്ള അവസ്ഥ തമിഴ്നാട്ടില് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ കേരളത്തിൽ ആ അവസ്ഥ പൊതുവെ ഇന്നില്ല. സാമൂഹിക നീതിയുടെയും പുരോഗമനാത്മകമായ ഒരു സാമൂഹിക ഘടനയും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെയാ കേരളത്തിൽ ഉണ്ടായി വന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു പുരോഗമന സമൂഹമായി, ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി എങ്ങനെയാണ് കേരളം മാറിയത്? കേരളം അങ്ങനെ മാറുന്നത് ഒരുപാട് സമരങ്ങളിലൂടെയാണ്, ധാരാളക്കണക്കിന് സമരങ്ങളിലൂടെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം. എന്താ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? വൈക്കത്തെ അമ്പലത്തിന്റെ പുറത്തുള്ള, അമ്പലത്തിനടുത്തുള്ള റോട്ടിൽ കൂടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടന്നു പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവർക്ക് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടില്ലല്ല, ആ അമ്പലത്തിന് ചുറ്റുമുള്ള റോട്ടിൽ കൂടി നടന്നു പോകുവാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു സമരമാണ്. അപ്പം വേണമെങ്കിൽ ഒരാൾക്ക് ഈ നമ്മുടെ ഇവിടെയുള്ള ചില ജാഗ്രതാ സമിതിക്കാർ ആലോചിക്കുന്നത് മാതിരി ആലോചിക്കുന്ന, അങ്ങനെ ഈ ബാലവാടി ചിന്തകളുമായി നടക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്, എന്തിനപ്പോ അതിനൊക്കെ സമരം ചെയ്യണം? ഓലിക്ക് വേറൊരു വൈക്കൂടാണ്ട് പോയിക്കൂടെ? അല്ലെങ്കിൽ ഈ അങ്ങ് ഡൽഹി കിടക്കുന്ന ഗാന്ധിജിയൊക്കെ വൈക്കത്ത് വന്ന് നിരാഹാരം കിടക്കുക, ഓനൊക്കെ എന്തിന്റെ വട്ട? അവിടെ വേറൊരു റോഡ് വെട്ടിക്കൊടുത്താൽ പോലെ. എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ വഴി കൂടി തന്നെ പോകണമെന്ന് അവരെന്തിനാ വാശി പിടിക്കണേ?
എത്ര പൈസ അതിനുവേണ്ടി ചെലവാക്കണേ? ഈ ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് ഇവിടെ വരാനുള്ള പൈസ ചെലവാക്കിയാൽ വേറെ റോഡ് വെട്ടാൻ പറ്റൂലേ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ആലോചിക്കാം. ഇപ്പൊ പ്ലാച്ചിമട സമരത്തെ കുറിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. പ്ലാച്ചിമടയിൽ എന്താ പ്രശ്നം? അവിടെ ഈ കമ്പനി, കൊക്കക്കോല കമ്പനി, വലിയ ആഴമുള്ള കിണറുകൾ കുഴിച്ചിട്ട് പിന്നെ വലിയ കുതിരശക്തിയുള്ള ഹോഴ്സ് പവറുള്ള മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ആ പ്രദേശത്ത്, ആ ഗ്രാമത്തിലെ ഏതാണ്ട് എല്ലാ കിണറുകളും വറ്റുന്ന സ്വഭാവത്തിൽ വെള്ളം അവർ വലിച്ചെടുക്കുന്നു. അപ്പൊ ആ ഗ്രാമത്തിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് കർഷകരാണ്, കരിമ്പ് കൃഷിയും നിലക്കടല കൃഷിയും നടത്തി ജീവിക്കുന്ന കർഷകരാണ്. അവര് ഈ ജോലി കഴിഞ്ഞ്, പാടത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ 2 കിലോമീറ്ററും 2.5 കിലോമീറ്ററും ഒക്കെ നടന്നു പോയിട്ട് വേണം. മോൻ അമ്മ ദാഹിക്കണിച്ചിട്ട് വെള്ളം താ എന്ന് മോൻ പറയുമ്പോ ഈ അമ്മ 2.5 കിലോമീറ്റർ നടന്നു പോയിട്ട് ഈ കുടത്തിൽ വെള്ളം ഏറ്റി വരേണ്ടുന്ന അവസ്ഥയായിരുന്നു പ്ലാച്ചിമടയിൽ. അതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്തത്. നമ്മൾ ഇവിടുന്നൊക്കെ സോളിഡാരിറ്റിക്കാരൊക്കെ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അവിടേക്ക് പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കും, എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ? അവിടെ നല്ലൊരു കൊക്കക്കോലയിൽ നിന്ന് തന്നെ സംഭാവന മേടിച്ചിട്ട് നല്ലൊരു ടാങ്ക് സ്ഥാപിച്ചാൽ പോരെ, വേറെ ഇവിടുന്ന് ഒരു പൈപ്പ് കണക്ഷൻ കൊടുക്കുക, അങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമല്ലോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഒരു സാമൂഹികമായിട്ട് ആലോചിക്കുമ്പോൾ പ്ലാച്ചിമടയിലെ സമരം എന്ന് പറയുന്നത് തീർച്ചയായും അത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരം ആണെങ്കിൽ തന്നെയും മറ്റൊരർത്ഥത്തിൽ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. അതേപോലെ ആ സമരം ഉയർത്തുന്ന മറ്റൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, പ്രകൃതി വിഭവങ്ങളുടെ അധികാരം ആർക്കാണ്? പ്രകൃതി വിഭവങ്ങൾക്കുമേൽ ഏതെങ്കിലും സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കുത്തകാധികാരം നൽകുവാൻ സാധിക്കുമോ എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് പ്ലാച്ചിമടയിലെ സമരം ഉന്നയിച്ചത്. വൈക്കം സത്യഗ്രഹത്തിന്റെ കാര്യത്തിൽ ആ സമരം ഉന്നയിച്ചത് ആളുകൾക്ക് അമ്പലത്തിന്റെ മുന്നിൽ കൂടിയുള്ള റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പറ്റുമോ എന്ന ലളിതമായ പ്രശ്നമല്ല, മനുഷ്യർ സമന്മാരാണോ എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നേടിക്കൊണ്ടാണ് വൈക്കം സത്യഗ്രഹം, വൈക്കം സമരം നടന്നത്. പ്രകൃതി വിഭവങ്ങളുടെ, ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകിയ ഈ പ്രകൃതി വിഭവങ്ങൾ, പൊതുസ്വത്തായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളുടെ അധികാരം, അതുപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആർക്കൊക്കെ ഉണ്ട് എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് പ്ലാച്ചിമടയിലെ സമരസഖാക്കൾ ഉന്നയിച്ചത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏതൊരു സമരവും രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ ആ സമരത്തിന്റെ ഒരു ഫലപ്രാപ്തി എന്നുള്ള നിലയ്ക്കാണ് സാമൂഹികമായ വികാസം, സാമൂഹികമായ പുരോഗതി, ഒരു സമൂഹത്തിന്റെ ജനാധിപത്യവൽക്കരണമൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ദീർഘമായിട്ടുള്ള, ത്യാഗോജ്വലമായിട്ടുള്ള, വീരോജ്വലമായിട്ടുള്ള അനവധി സമരങ്ങളിലൂടെയാണ് ഈ കേരളം രൂപപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയെത്ര സമരങ്ങൾ. ചാന്നാർ ലഹള എന്ന് നിങ്ങൾ കേട്ടിരിക്കും. എന്താ ചാന്നാർ ലഹള എന്നറിയോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ മാറ് മറക്കാൻ, ആലോചിച്ച് നോക്ക് നിങ്ങൾ, മാറ് മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങാടി കൂടി അവര് മാറ് മറക്കാതെ നടന്നു. ലക്ഷ്യയോടുകൂടി തല താഴ്ത്തി അപമാനഭാരത്തോടെ മാറ് മറച്ച് നടക്കേണ്ടി വന്നു, മാറ് വെളിവാക്കി നടക്കേണ്ടി വന്നു. അതിനെതിരെ മാറ് മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ നടത്തിയ സമരമാണ്, ചാന്നാർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സമരമാണത്. ചാന്നാർ ലഹള, വൈക്കം സത്യഗ്രഹം, ഗുരുവായൂർ സത്യഗ്രഹം, AKGയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭൂസമരങ്ങൾ, അതേപോലെ മലബാറിൽ നമ്മുടെ ഇവിടെയുള്ള സവർണ ചരിത്രകാരന്മാരൊന്നും രേഖപ്പെടുത്താത്തതാണെങ്കിലും അതിനേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള മമ്പുറം തങ്ങന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മമ്പുറം അലവി തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, അവർ മമ്പുറം പള്ളിയുടെ മിമ്പർ ഉപയോഗിച്ചുകൊണ്ട് തിരൂരങ്ങാടി പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചു. എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? അവിടെയുള്ള ഉഴവുകാരും കർഷക തൊഴിലാളികളുമായിട്ടുള്ള ചെറുമക്കളായിട്ടുള്ള ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ പള്ളിയിലെ പ്രഭാഷണം കേൾക്കുവാൻ ഒത്തുചേരുമായിരുന്നു.
അദ്ദേഹം അവരോട് പറഞ്ഞു, അടിയൻ, തിരുമേനി പോലെയുള്ള അന്തസ്സില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. മുതലാളിയുടെ മുമ്പിൽ പോയിട്ട്, മാടമ്പിയുടെ മുമ്പിൽ പോയിട്ട്, നായർ തറവാടിന് മുമ്പിൽ പോയിട്ട് അടിയൻ, തിരുമേനി മുതലായ അന്തസ്സില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ജോലി ചെയ്തു കഴിഞ്ഞാൽ, ഉഴവ് പണി കഴിഞ്ഞാൽ നെഞ്ചു വിരിച്ച് കൂലി ചോദിക്കണം. എച്ചിൽ ഭക്ഷിക്കരുത്. ഒരേ സമയം അവിടെയുള്ള സവർണ തമ്പുരാക്കന്മാർക്കെതിരെയും ഈ സവർണ തമ്പുരാക്കന്മാരെ സംരക്ഷിച്ചു നിർത്തുന്ന ബ്രിട്ടീഷ് മേലാളന്മാർക്കെതിരെയും ജനങ്ങളെ സംഘടിപ്പിച്ച ധീരനായ വിപ്ലവകാരിയായിരുന്നു സയ്യിദ് മമ്പുറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. മമ്പുറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സമരത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറേബ്യയിലേക്ക് നാടുകടത്തിയത്. തീവ്രവാദി എന്നാരോപിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരേ സമയം സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനുമെതിരായ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ തീവ്രവാദ മുദ്ര അടിക്കപ്പെട്ട് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ നാടുകടത്തപ്പെട്ടു. വെളിയങ്കോട് ഉമർ ഖാദി അള്ളാഹുവിന്റെ ഭൂമിയിൽ നികുതി ചോദിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമില്ല, ബ്രിട്ടീഷുകാർക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന്റെ തീജ്വാല പടർത്തിയ വെളിയങ്കോട് വലിയ പള്ളിയിലെ ഖാദിയായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പണ്ഡിത പ്രസുക്കളുടെ, ഈ ധീരന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അവർ കൊളുത്തിയ ദീപശിഖയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മലബാറിലെ ജനങ്ങൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ, ആലി മുസലിയാരുടെ നേതൃത്വത്തിൽ ഒരേ സമയം സവർണ മാടമ്പിമാർക്കെതിരെയും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിത്വത്തിനെതിരെയും മലബാറിലെ ജനങ്ങളെ ഇളക്കിവിട്ടു. അതാണ് 20കളിൽ 21 മലബാറിൽ സംഭവിച്ചത്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത്, മലബാർ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമരങ്ങൾ എന്ന് പറഞ്ഞാൽ മോരിക്കരയിൽ നിന്ന് ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു വിടുക, പ്ലാച്ചിമടയിൽ ഇച്ചിരി വെള്ളം എത്തിക്കുക എന്ന് തുടങ്ങി വളരെ ലളിതമായ അജണ്ടകളുള്ള ഒരേർപ്പാടല്ല സമരം എന്ന് പറയുന്നത്. ഇവിടെ വീട് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്ക് അപ്പുറത്ത് 2 ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് കെട്ടിക്കൊടുക്കുക, ഇതല്ല സമരം എന്ന് പറയുന്നത്. സമരം എന്നത് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന, ഒരു സമൂഹത്തിന്റെ ചിന്തയെ രൂപപ്പെടുത്തുന്ന, ഒരു സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സമരം എന്ന് പറയുന്നത്. നമ്മുടെ കിനാലൂർ സമരം നടക്കുന്ന സമയത്ത്, കിനാലൂരിൽ പ്രശ്നമുണ്ടായ ആ സമയത്ത് അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ആളുകൾ അവർ പലയിടത്തും ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിരുന്നു. അപ്പൊ അവർ പ്രസംഗിക്കുമ്പോൾ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഒരു തമാശ പോയിന്റാണ്. ഈ കിനാലൂരിൽ വന്ന് സമരം ചെയ്തവരൊന്നും അവിടുത്തുകാരല്ല, അവർ വേറെ എവിടുന്നൊക്കെ വന്നാണെന്നാണ്. വേറെ എവിടുന്നൊക്കെ വന്ന ആൾക്കാർ കിനാലൂരിൽ വന്ന് സമരം ചെയ്യുകയായിരുന്നു എന്നാണ് ഡിവൈഎഫ്ഐക്കാര് പ്രസംഗിച്ചത്. വളരെ രസകരമായൊരു സിദ്ധാന്തമാണ്. അതിൽ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. കിനാലൂരിൽ വന്ന് സമരം ചെയ്തത് എല്ലാവരും കിനാലൂരിൽ തന്നെ ഉള്ളവരാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. നേരത്തെ ഇവിടെ ദേവദാസ് പറഞ്ഞമാതിരി മോരിക്കരയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, നന്മണ്ടയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, കക്കോടിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്, കിനാലൂരിൽ നിന്നും വന്നിട്ടുണ്ട്. കാരണം അവർ ഈ പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളായിരുന്നു. ഇനി അതല്ല, അവരൊന്നുമല്ല, വേറെ എവിടെ നിന്നൊക്കെ വന്നു തന്നെയാണ്. ഈ കിനാലൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഭൂമിയിലോ ചന്ദ്രനിലാണോ എന്ന് പോലും മനസ്സിലാകാതെ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ എന്താ പ്രശ്നം? ഡിവൈഎഫ്ഐക്കാർ അല്ലെങ്കിൽ സമരത്തെക്കുറിച്ച്, സമരം ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവുള്ള ഒരാൾ ഇങ്ങനൊരു വാദം ഉന്നയിക്കാൻ പാടില്ല. കാരണം
കേരളത്തിന്റെ സമര തേജസ് എന്ന് പറയാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് സഖാവ് AKG ആണ്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച നിരവധി കർഷക സമരങ്ങൾക്കും കർഷക തൊഴിലാളി സമരങ്ങൾക്കും ധീരമായ നേതൃത്വം നൽകിയ മഹാനായ നേതാവായിരുന്നു സഖാവ് AKG. ഈ AKG എവിടുത്തുകാരനാണ്? ഈ AKG കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. സാമാന്യം ഭേദപ്പെട്ട ഒരു തറവാട്ടിൽ ജനിച്ച ആളാണ്. മൂപ്പർക്ക് ഭൂമിയില്ലാത്ത പ്രശ്നമോ കൃഷിഭൂമിയില്ലാത്ത പ്രശ്നമോ അരിയില്ലാത്ത പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നിലവാരവും സമ്പന്നതയൊക്കെയുള്ള തറവാട്ടിൽ ജനിച്ച ആളാണ്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി. നിങ്ങൾ AKGയുടെ ആത്മകഥ എടുത്ത് വായിച്ചു നോക്ക്. AKG നടത്തിയ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാ? അമരാവതി സമരം എന്ന് പറയും. ഈ അമരാവതി എവിടെയാ? കോട്ടയം ജില്ലയിലാണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ, അന്നത്തെ കോട്ടയം ജില്ല. അപ്പൊ ഈ പെരളശ്ശേരിയിലുള്ള AKG എന്തിനാ അമരാവതി, കോട്ടയത്തുള്ള അമരാവതി പോയി സമരം ചെയ്തത്? നമ്മളെ കിനാലൂർ സമരം പുറത്തു നിന്നുള്ള ആളുകൾ നടത്തിയ സമരമാണ് എന്ന് പറയുന്ന സഖാക്കൾ, ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ ഒരു സമരം എന്റെ നാട്ടിലാണോ വേറെ നാട്ടിലാണോ, നാട്ടുകാരെ നടത്തിയതാണോ അന്യനാട്ടുകാരെ നടത്തിയതാണോ എന്നുള്ളതല്ല സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നം. സമരം ഉയർത്തുന്ന നൈതിക പ്രശ്നം എന്താണ്? സമരം ഉയർത്തുന്ന നീതിയുമായി ബന്ധപ്പെട്ട, സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്താണ്, ആശയം എന്താണ് എന്നുള്ളതാണ് അടിസ്ഥാനം. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ പുറത്തു നിന്നുള്ളവർ വന്ന് നടത്തിയ സമരം എന്നത് വളരെ ബാലിശമായ ഒരു ആശയമാണ്. അത് നമ്മളൊരു ആശയമായി സ്വീകരിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ഒരു സമരവും നടത്താൻ പറ്റില്ല. ബിനായക് സെന്നിന് വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല. ഇറോൺ ഷർമിളയ്ക്ക് വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല. ഇറാഖിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് സമരം നടത്താൻ കഴിയില്ല. ഫലസ്തീനികൾക്ക് വേണ്ടിയും ക്യൂബക്കാർക്ക് വേണ്ടിയും നമുക്ക് സമരം നടത്താൻ കഴിയില്ല. ഇവിടെ നിസ്കരിക്കാൻ പള്ളിയുണ്ടല്ലോ, പിന്നെ എന്തിനാ ബാബരി മസ്ജിദിന് വേണ്ടി സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ അരി ഉണ്ടല്ലോ, അപ്പം ഇന്നെന്തിനാ അപ്പുറത്തെ വയനാട്ടിലെ പട്ടിണിക്കെതിരെ സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ അത് കുട്ടികളുടെ ചോദ്യമാണ്, ബാലവാടി സിദ്ധാന്തമാണ്, അങ്കണവാടി യുക്തിയാണ്. സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ജാതി വർത്തമാനത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിലും, സാമാന്യമായ ഒരു സാമൂഹിക നീതിയുടെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സാമൂഹ്യ നീതി മാത്രമല്ല, പുരോഗമന പ്രസ്ഥാനങ്ങൾ, വായനശാല പ്രസ്ഥാനങ്ങൾ, സാർവത്രിക വിദ്യാഭ്യാസം, സാർവത്രിക സാക്ഷരത, സാർവത്രികമായ പൊതുവിതരണ സമ്പ്രദായം, അങ്ങനെ എല്ലാ നിലയിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമനപരമായ ഒരവസ്ഥയിൽ കേരളം എത്തിയത് ദീർഘമായ സമരങ്ങളുടെ ഫലപ്രാപ്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് കേരളം തിരിച്ചു നടക്കുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് ഈ സമരങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ഈ സമരങ്ങൾക്ക് മുന്നണിയിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവർ റിവേഴ്സ് ഗിയറിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാമൂഹിക സന്ദർഭത്തിലാണ് പുതിയ ചില സാമൂഹിക ശക്തികൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഈ കാലം ആവശ്യപ്പെട്ട സന്ദർഭത്തിലാണ് 2003 മെയ് മാസത്തിൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉദയം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം നെഞ്ചുറപ്പോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആത്മവിശ്വാസത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ പ്രസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഈ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ
അതിന്റെ പതാക ഉയർത്തിയതിനു ശേഷം കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ നിർണയിക്കുന്നതിൽ, കേരളത്തിന്റെ അജണ്ട രൂപീകരിക്കുന്നതിൽ, കേരളത്തിന്റെ വികസന പ്രക്രിയയെ രൂപപ്പെടുത്തുന്നതിൽ, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഡിസൈൻ ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സമ്മർദ്ദ രാഷ്ട്രീയ പ്രസ്ഥാനമായി, ഒരു നവസാമൂഹിക മുന്നേറ്റമായി ഈ പ്രസ്ഥാനത്തിന് വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നതിന് കഴിഞ്ഞ 6 വർഷത്തെ കേരളം സാക്ഷിയാണ്. ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട്, ഇത്രയും കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് ഇത്രയും വലിയ സാമൂഹിക അംഗീകാരം നേടിയെടുത്ത ഒരു യുവജന പ്രസ്ഥാനത്തെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 6 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 7 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേരളത്തിന്റെ സാമൂഹിക അജണ്ട രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുള്ള ഒരു സംവിധാനമായി, ഒരു നവസാമൂഹിക മുന്നേറ്റമായി സോളിഡാരിറ്റിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറാൻ കഴിഞ്ഞത്? അത് ഞാൻ പറഞ്ഞു. നേരത്തെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ സമരങ്ങൾ എന്തുമാത്രം പങ്കുവഹിച്ചു, അതേപോലെ ആധുനികാനന്തര കേരളത്തിൽ അല്ലെങ്കിൽ പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ, പുതിയ കേരളത്തിന് ദിശ നൽകുന്നതിനാവശ്യമായ ആശയങ്ങൾ രൂപപ്പെടുത്തുവാനും മുദ്രാവാക്യങ്ങൾ ഉയർത്തുവാനും സോളിഡാരിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇത് കേരളത്തിന്റെ യുവതയെ പ്രതിനിധാനം ചെയ്യുന്ന, കേരളത്തിന്റെ യുവതയുടെ ഒരു മുദ്രയായി ഇന്ന് സോളിഡാരിറ്റി മാറിയിട്ടുണ്ട്. അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. ഇന്ന് സാർവദേശീയ രാഷ്ട്രീയം, ആഗോള രാഷ്ട്രീയത്തെ തന്നെ രൂപപ്പെടുത്തുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ കേരളത്തിലെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, കേരളത്തിലെ പ്രതിനിധികളാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ അല്പം വിശദീകരിക്കാം. ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ, 1-ാം നമ്പർ രാജ്യം, 1-ാം നമ്പർ ശക്തി എന്ന് വിളിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി നടത്തിയ പൊതുപ്രഭാഷണം ഏതാണ് സുഹൃത്തുക്കളെ? അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഒരു പ്രഭാഷണം നടത്തുന്നത്, പൊതുപ്രഭാഷണം നടത്തുന്നത് കൈറോവിൽ വന്നിട്ടാണ്. കൈറോവിൽ വന്നിട്ട് അവിടെയുള്ള ബിസിനസ്സുകാരോടും അവിടെയുള്ള പാർലമെന്റിനോടും പാർലമെന്റ് എംപിമാരോടും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടൊന്നുമല്ല അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം കൈറോ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ഹാളിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം നടത്തി. എന്തിനാണ് ലോകത്തെ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങ് ദൂരെ കിടക്കുന്ന ഒരു മുസ്ലിം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്നിട്ട് വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ചത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. എന്തിനാണ് അദ്ദേഹം അവിടെ വന്ന് അങ്ങനെ പ്രസംഗിച്ചത്? വി ആർ നോട്ട് ഇൻ വാർ വിത്ത് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സാർവദേശീയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ശക്തിയാണ്, ഒരു ഫോഴ്സാണ് മുസ്ലിം യുവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ലോകത്തെ നിസ്സഹായരായ മനുഷ്യരുടെ പ്രതീക്ഷയായി, ലോക രാഷ്ട്രീയത്തെ ബാലൻസ് ചെയ്യുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി,
ലോകത്തെ പതിതരുടെയും നിസ്സരുടെയും നിസ്സഹായരുടെയും ആശാ കേന്ദ്രമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുവോ ആ സ്ഥാനത്ത് അതിനേക്കാൾ മികവോടെ ഉയർന്നു നിൽക്കുവാൻ ലോകതലത്തിലുള്ള സാർവദേശീയ തലത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും യുവജന ഗ്രൂപ്പുകൾക്കും കഴിയുന്നുണ്ട്. അതിന്റെ അനുരണനങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഡൽഹിയിൽ ഒരു സമരമുണ്ടായി. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന പടുവൃദ്ധനായിട്ടുള്ള ഒരു ഗാന്ധിയന്റെ സമരം. അദ്ദേഹത്തിന്റെ സമരം നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സമരമല്ല. വൃദ്ധനായ അണ്ണാ ഹസാരെ ചെറുപ്പക്കാരായ കോളേജ് വിദ്യാർത്ഥികൾ, സോഷ്യൽ നെറ്റ്വർക്കുകളും ഫേസ്ബുക്കും ഓർക്കൂട്ടും ട്വിറ്ററും ഒക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും പിന്തുണയിൽ ഒരു വൃദ്ധൻ നടത്തിയ സമരമാണ് അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരം. ആ സമരത്തിന്റെ പ്രചോദനം മാധ്യമങ്ങൾ ആ സമരത്തെ വിശകലനം ചെയ്തു. എന്താണ് വിശകലനം ചെയ്തത്? കൈറോവിലെ തഹ്രീർ സ്ക്വയർ, അതായിരുന്നു അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ പ്രചോദനം. ജന്തർ മന്ദിർ തഹ്രീർ സ്ക്വയർ ആകാൻ പോകുന്നു എന്ന് പല പത്രങ്ങളും എഴുതി. ജന്തർ മന്ദിർ തഹ്രീർ സ്ക്വയർ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ വലിയ ഇളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവാഹമായി ഈ സമരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിൽ കഴിഞ്ഞ 25 വർഷമായി സ്വച്ഛാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിക്രൂരമായിട്ടുള്ള ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹുസ്നി മുബാറക്കിന്റെ പട്ടാള ഭരണകൂടത്തെ കീഴ്മേൽ മറിച്ചിട്ടതിന് ശേഷമുള്ള വെള്ളിയാഴ്ച ദിവസം കൈറോവിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ തഹ്രീർ സ്ക്വയറിൽ ഒത്തുചേർന്നു. 20 ലക്ഷം ജനങ്ങൾ, 20 ലക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൈറോവിലെ ആ നഗരമധ്യത്തിൽ ഒത്തുചേർന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഒത്തുചേർന്നത്? അവർ ഒരു നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരാണ് ആ നേതാവ്? യൂസുഫുൽ ഖറളാവി എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ. അദ്ദേഹം ആ സ്ക്വയറിൽ വന്ന് ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം നൽകും. അവരോട് കുതുബ പ്രഭാഷണം നിർവഹിക്കും. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് അവർ. ആരാണ് ഈ ഖറളാവി? 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവനാണ്. എന്തിനു വേണ്ടി ആട്ടിപ്പുറത്താക്കിയത്? വെള്ളിയാഴ്ച കുതുബയിൽ രാഷ്ട്രീയം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് പട്ടാള ഭരണാധികാരികൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയത്. പക്ഷെ അദ്ദേഹം 30 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. ഇതേ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ എസ്കോർട്ടോടുകൂടി തിരിച്ചു വരുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രഭാഷണമാണ് അവിടെ നിർവഹിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ ഖറളാവി ഈജിപ്തിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ലാതെ വിപ്രവാസിയായി കഴിയുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ സോളിഡാരിറ്റിയുടെ മാതൃപ്രസ്ഥാനത്തിന്റെ അതിഥിയായി 2 തവണ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. തുനീഷ്യൻ വിപ്ലവം വിജയിച്ചതിനു ശേഷം ചെറുപ്പക്കാർ ടൂണിസ് നഗരത്തിലെ കാർത്തേജ് വിമാനത്താവളത്തിന് ചുറ്റും ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുകയാണ്. 10,000-കണക്കിന് ചെറുപ്പക്കാർ. എന്തിനു വേണ്ടിയാണ് അവർ ഒത്തുചേർന്നിരിക്കുന്നത്? അവർ വലിയൊരു നേതാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് അവരുടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ റാഷിദുൽ ഗനൂഷിയെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആഹ്ലാദപൂർവം അവർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ചക്രവാളങ്ങളിൽ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ തോളിലേറ്റി അവർ തുനീസ് നഗരത്തിലൂടെ മുന്നോട്ട് കുതിച്ചു. ഈ റാഷിദുൽ ഗനൂഷി തുണീഷ്യയിൽ അദ്ദേഹം നിരോധിക്കപ്പെട്ട, അദ്ദേഹത്തിന് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ
നമ്മുടെ അതിഥിയായി ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയുന്നതിനാന്ന് ചോദിച്ചാൽ, സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇന്ന് ലോകതലത്തിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നവലോക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളതാണ്. ഇത് ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും അംഗത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ അടിസ്ഥാനപരമായി ഇസ്ലാമിന് ദാർശനിക അടിത്തറയായി സ്വീകരിച്ച പ്രസ്ഥാനവുമാണ്. നമ്മുടെ ആളുകൾക്ക്, നാട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാനപരമായി അതിന്റെ അടിസ്ഥാന സിദ്ധാന്തം നിരീശ്വരവാദമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ്. പക്ഷെ അതേസമയം മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും 100 ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അതിൽ അംഗമായി ചേരാൻ കഴിയും. പക്ഷെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസം, നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിസം സിദ്ധാന്തമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ്. സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിനെ അടിസ്ഥാന ദർശനമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ്. അതേസമയം ഇത് മുഴുവൻ മനുഷ്യരുടെയും പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് യൂസുഫുൽ കർണാവിയുടെ കൂടെ ജുമ നമസ്കരിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്ത്യാനികളും തഹ്രീർ സ്ക്വയറിൽ ഒത്തുചേർന്നത്. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ. അങ്ങാടിയിൽ ഒരു ജുമ നമസ്കാരം, അതിൽ മുസ്ലിങ്ങളല്ലാത്തവരും പങ്കെടുക്കുന്നു. ഇത് ഒരു നവലോക രാഷ്ട്രീയത്തിന്റെ, പുതിയൊരു സ്പിരിച്വൽ പൊളിറ്റിക്സിന്റെ, ഒരു ആത്മീയ രാഷ്ട്രീയത്തിന്റെ ഉദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചു പോയ തെറ്റ് എന്തായിരുന്നു ചോദിച്ചാൽ, ആത്മീയതയുടെ ഉള്ളടക്കമില്ലാത്ത, ധാർമ്മികതയുടെ ഉള്ളടക്കമില്ലാത്ത, ദൈവികതയുടെ ഉള്ളടക്കമില്ലാത്ത ഒരു ഉണങ്ങിയ രാഷ്ട്രീയത്തെ, നനവില്ലാത്ത രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതായിരുന്നു. സോളിഡാരിറ്റി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഒരു ആത്മീയ രാഷ്ട്രീയമാണ്, ധാർമ്മിക രാഷ്ട്രീയമാണ്, ആധ്യാത്മിക രാഷ്ട്രീയമാണ്, സ്പിരിച്വൽ പൊളിറ്റിക്സ് ആണ്. ഇത് സുഹൃത്തുക്കളെ പുതിയ ലോകത്തെ നിർണയിക്കുന്ന രാഷ്ട്രീയമാണ്, പുതിയ കേരളത്തെ നിർണയിക്കുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് സർവാധിപതിയായിട്ടുള്ള ബരാക് ഒബാമ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം ഈ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യുന്ന പ്രഭാഷണമായി മാറിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഇതൊരു കൺസേൺ ആകേണ്ട കാര്യം, ഇതൊരു വിഷയമാകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇത് വിഷയമാക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ആഗോളതലത്തിൽ കഴിയില്ല, കേരളത്തിലും കഴിയില്ല സുഹൃത്തുക്കളെ. ഇവിടെ ഒരു കോൺഗ്രസ് ജാഗ്രതാ സമിതി സോളിഡാരിറ്റിയെ അതിന്റെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്ക് അവസാനിക്കുന്ന രാഷ്ട്രീയമല്ല ഇത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ജാഗ്രതാ സമിതി, കോൺഗ്രസിന്റെ കക്ഷത്ത് വെച്ചിരിക്കുന്ന ഒരു ജാഗ്രതാ സമിതി ഒരു ആംപ്ലിഫയറും മൈക്കും കിട്ടിയപ്പോഴേക്ക് എന്തൊക്കെയാണ് ആക്രോശിക്കുന്നത്. സോളിഡാരിറ്റിയെ കുറിച്ച്, കേരളത്തിലെ ജനകീയ സമരങ്ങളിലെ സോളിഡാരിറ്റിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഈ കോൺഗ്രസ് ജാഗ്രതക്കാർ എന്താ മനസ്സിലാക്കിയത്? കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മുഖ്യമന്ത്രി നിരാഹാരം കിടന്നില്ലേ? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടോ ഒരു മുഖ്യമന്ത്രി നിരാഹാരം കിടക്കുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തിനു വേണ്ടിയാണ് നിരാഹാരം കിടന്നത്? എന്തിനു വേണ്ടിയാണ് നിരാഹാരം കിടന്നത്? എൻഡോസൾഫാൻ നിരോധിക്കണം, എൻഡോസൾഫാൻ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം നിരാഹാരം. എന്താ ഈ എൻഡോസൾഫാൻ? എന്താ എൻഡോസൾഫാൻ? സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് അതിന്റെ ചരിത്രം മനസ്സിലാക്കണം. ഒരു 1.5 വർഷം മുമ്പ് ഈ എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ ഞാനൊരു പ്രഭാഷണ പരിപാടിക്ക് പോയി. അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ,
അവിടെ ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആളുകളും അവരെ കൂടെ നടക്കുന്ന കുറച്ച് SKSSന്റെ ആളുകളും അവിടെ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. എന്താന്ന് വെച്ചാൽ സോളിഡാരിറ്റിക്ക് ഏതോ ഒരു കീടനാശിനി കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ എൻഡോസൾഫാനെ നിരോധിക്കാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നതെന്നാണ്. എൻഡോസൾഫാൻ അല്ലാത്ത വേറെ ഏതോ ഒരു കമ്പനി ഉണ്ട്, ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓലെ കമ്മീഷൻ വാങ്ങിയിട്ടാണ് സോളിഡാരിറ്റിക്കാര് എൻഡോസൾഫാനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത് എന്നായിരുന്നു 1.5 വർഷം മുമ്പ് വരെ മുസ്ലിം യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും കാസർഗോഡ് ജില്ലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ സൽഫാൻ എന്നായിരുന്നു യൂത്ത് ലീഗുകാർ പറയുക. ഇതെന്തോ സൽഫാൻ എന്നിട്ട് അല്പം എവിടെ എത്തി? ഞാനിത് പറയുന്നതിനാന്ന് ചോദിച്ചാൽ, ഈ ഭൂമി കേരളത്തിൽ എൻഡോസൾഫാൻ എന്ന് പറയുന്ന വിഷയം മലയാളിയുടെ മനസ്സാക്ഷിയുടെ മുമ്പിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന പ്രസ്ഥാനം, അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയും, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ്. ഇതിനു മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞാൽ, സോളിഡാരിറ്റി ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ മുളിയാർ എന്ന് പറയുന്ന പ്രദേശത്തെ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ക്ലബ് അല്ലാതെ ഒരു സംഘടനയും ഈ വിഷയം ഏറ്റെടുത്തിരുന്നില്ല. ഈ വിഷയത്തിൽ എന്നൊരു അക്ഷരം പറഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അവിടെ എത്തി. ഇന്ന് നിരാഹാരം കിടക്കണ്, മുഖ്യമന്ത്രി നിരാഹാരം കിടക്കണ്, ഉമ്മൻചാണ്ടി അങ്ങോട്ട് പായുന്നു, രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് പായുന്നു, അങ്ങ് ജനീവയിൽ വരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തുന്നു. അന്തർദേശീയ തലത്തിൽ തന്നെ സാർവദേശീയ തലത്തിൽ തന്നെ എൻഡോസൾഫാനെതിരായിട്ടുള്ള ജനകീയ വികാരം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അതിന്റെ അടിയാധാരമുണ്ടല്ലോ, ആ ജനകീയ പ്രസ്ഥാനത്തിന്റെ അടിയാധാരമുണ്ടല്ലോ, അത് സോളിഡാരിറ്റിയുടെ ഓഫീസിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ അടിയാധാരം സോളിഡാരിറ്റിയുടെ ഓഫീസിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ മെയ് 6-ാം തീയതി വന്ന് സോളിഡാരിറ്റിക്കെതിരെ ആക്രോശിച്ച ഈ ജാഗ്രതാ സമിതിയുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രായത്തെ എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള മുഴുവൻ ആദരവുകളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 2010 മെയ് 6-ന് കിനാലൂരിൽ സമരം നടന്ന് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർത്ത് മുട്ടുപറച്ചുകൊണ്ട് ഈ ചെയർമാൻ എവിടെയായിരുന്നു പോയി ഒളിച്ചിരുന്നത് എന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തണം. സോളിഡാരിറ്റിയുടെ ഓഫീസിൽ വന്ന് കൈമുട്ടുകൾ വിറച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് കേണ മനുഷ്യൻ കോൺഗ്രസുകാരുടെ ചെലവിൽ ഒരു മൈക്ക് കിട്ടുമ്പോഴേക്ക് അതും ഇതും വിളിച്ചു പറയരുത് എന്ന് മാത്രമേ സോളിഡാരിറ്റിക്ക് പറയാനുള്ളൂ. ഞാൻ ഓർത്തു പോവുകയാണ്, ആ ദിവസം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പൊതുയോഗം നടക്കാനും നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാനും ഇടയായത്. അപ്പൊ ഇവിടെ വന്നിട്ട് ജനജാഗ്രതാ സമിതിയുടെ പേരിൽ കോൺഗ്രസിന്റെ ചെലവിൽ സോളിഡാരിറ്റിക്കെതിരെ ആക്രോശിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം മെയ് 6-നല്ലേ നമ്മുടെ സംഭവം നടക്കുന്നത്. മെയ് 7-ാം തീയതി ചെയർമാൻ സോളിഡാരിറ്റിയുടെ ഓഫീസിലായിരുന്നു. ഒരു പത്രസമ്മേളനം നടത്തണം. പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് പ്രമേയം എഴുതണ്ടേ, പ്രസ് നോട്ട് എഴുതണ്ടേ? ആൾക്ക് എഴുതാൻ കഴിയുന്നില്ല. എന്താ എഴുതാൻ കഴിയാത്ത? സമരത്തെ കുറിച്ച് വിവരമില്ലാഞ്ഞിട്ടാ. കൈവിറക്കുന്നു സുഹൃത്തുക്കളെ, കൈവിറക്കുന്ന ഒരാൾക്ക് എഴുതാൻ കഴിയില്ല, മുട്ടുവിറക്കുന്ന ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അയാളെ എഴുന്നേൽപ്പിച്ച് പ്രസ് ക്ലബിലേക്ക് ആനയിച്ച് കൊണ്ടുപോയത് സോളിഡാരിറ്റി ഓഫീസിലെ പയ്യന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ഭീരുക്കൾ സമരത്തിന്റെ മുന്നണിയിൽ പോകട്ടെ, സമരത്തിന്റെ തൊട്ടടുത്ത ദിവസം പോലീസ് കേസുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് മുട്ടുവിറച്ച് കുഴഞ്ഞു വീഴുന്ന ഭീരുക്കളായ ജാഗ്രതാ സമിതിക്കാരെ
നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്രയോ സന്തോഷിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം ഭീരുക്കളുടെ കൂടാരത്തിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട തറവാടുള്ള, അന്തിയുറങ്ങാൻ ഉദ്ദേശിക്കുന്ന തറവാടില്ലാത്തവരല്ല സോളിഡാരിറ്റി. ധീരന്മാരുടെ കൂടാരത്തിൽ പിറന്നവരാണ് ഞങ്ങൾ. ധീരന്മാരുടെ കൂടാരത്തിൽ അന്തിയുറങ്ങാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. പേടിപ്പിക്കരുത് സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? ബസറയിലേക്ക് കാരൊക്കെ കയറ്റി അയക്കരുത്. സോളിഡാരിറ്റിയെ നിങ്ങൾ ജനകീയ സമരം എന്താണെന്ന് പഠിപ്പിക്കരുത്. സോളിഡാരിറ്റി നിങ്ങൾ ജനകീയ സമരം എന്താണെന്ന് പഠിപ്പിക്കരുത്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറുകണക്കിന് ജനകീയ സമരങ്ങളിൽ മജ്ജയും മാംസവും രക്തവും വിയർപ്പും നൽകി ആ സമരത്തിന്റെ ജ്വാല ഉയരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പതാകവാഹകരാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ എന്താ പറഞ്ഞെടുക്കണ അറിയോ? അടുത്ത തവണ 13-ാം തീയതി 14-ാം തീയതി UDF അധികാരത്തിൽ വരും. കിടക്കട്ടെ. അപ്പൊ UDF അധികാരത്തിൽ വന്നിട്ട് ഞമ്മക്ക് കേസൊക്കെ ഒന്ന് പിൻവലിക്കണം. എന്ത് ചെയ്യാം? സോളിഡാരിറ്റിക്കാരെ കേസ് മാത്രം പിൻവലിക്കണ്ട. നല്ല ഐഡിയ. എന്താണ് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നേട്ടില്ലേ? നിങ്ങളുടെ ലൈഫ് ഈ ഐഡിയ കൊണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച്. അത്രേ പറയാനുള്ളൂ. കേസ് കാട്ടി പേടിപ്പിക്കുകയാണ് നിങ്ങൾ. കോൺഗ്രസുകാര് സോളിഡാരിറ്റിക്കാരെ കേസ് കാട്ടി പേടിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ കോൺഗ്രസുകാര് 2 തവണ സോളിഡാരിറ്റിയുടെ മാതൃപ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ച കൂട്ടരാണ്. അവർ ഈ മാളിക്കടവിലും കിനാലൂരും വന്നിട്ട് കേസ് കാട്ടി പേടിപ്പിക്കാൻ നിന്നാൽ നിങ്ങൾ എവിടെയാ സുഹൃത്തുക്കളെ? നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാ വരുന്നത്? അതുകൊണ്ട് കേസ് കാട്ടി പേടിപ്പിക്കരുത്. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ എല്ലാ കേസും പിൻവലിച്ചോ. സോളിഡാരിറ്റിയുടെ ഒരു കേസും നിങ്ങൾ പിൻവലിക്കണ്ട. ഒരു കേസും പിൻവലിക്കണ്ട. കാരണം കേസ് കാണുമ്പോ മുട്ടുപറക്കുന്നവരല്ല ഞങ്ങൾ. പേടിപ്പിക്കരുത്. എന്താ കോൺഗ്രസുകാർ വിചാരിച്ചത്? കോൺഗ്രസിന്റെ ഈ ജാഗ്രതാ സമിതി എന്താ വിചാരിച്ചത്? ഞങ്ങൾ ഈ കിനാലൂർ സമരത്തിന്റെ കൂടെ നിന്നത് കോൺഗ്രസുകാർ പറയണവർക്ക് വോട്ട് ചെയ്യും എന്ന ഡിമാൻഡിലാണോ? ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വളരെ സിമ്പിളാ. ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ആധാരം എഴുതി തന്നിരുന്നു. നിങ്ങൾക്ക് മുദ്രപത്രം എഴുതി തന്നിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂടെ ഒരു സമരത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ സമരത്തിൽ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ സമരത്തിൽ വരുന്നു, അല്ലെങ്കിൽ സോളിഡാരിറ്റി ഒരു സമരത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നവർക്കൊക്കെ വോട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അന്തക്കേടാണത്. സോളിഡാരിറ്റി എന്ന് പറയുന്നത് വളരെ ആലോചിച്ചും വളരെ ആഴത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന പ്രസ്ഥാനമാണ്. ജനകീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സമ്മർദ്ദ രാഷ്ട്രീയത്തെക്കുറിച്ചും സമര രാഷ്ട്രീയത്തെക്കുറിച്ചും സോളിഡാരിറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച്, പവർ പൊളിറ്റിക്സിനെ കുറിച്ച്, പാർലമെന്ററി രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചും സോളിഡാരിറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് രണ്ടിനെയും ഒന്നിപ്പിക്കേണ്ടടുത്ത് ഒന്നിപ്പിക്കാനും വേർപെടുത്തേണ്ടടുത്ത് വേർപെടുത്താനും സോളിഡാരിറ്റിക്ക് അറിയാം. ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അടിസ്ഥാന കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അതിൽ കക്ഷി രാഷ്ട്രീയം കടന്നു വരാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയം കടന്നു വരാൻ പാടില്ല. പലവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ ഒരു ജനകീയ സമരത്തിലുണ്ടാവും. കോൺഗ്രസുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, കുറച്ച് ലീഗുകാർ ചിലപ്പോൾ ഉണ്ടാവും, സോളിഡാരിറ്റിക്കാരുണ്ടാവും, ജനതാദളുകാരുണ്ടാവും, ഇതൊന്നുമില്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഒരു ജനകീയ സമരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മിനിമം അജണ്ട, കോമൺ മിനിമം പ്രോഗ്രാം എന്താന്ന് ചോദിച്ചാൽ ആ ജനകീയ സമരം ഉയർത്തുന്ന വിഷയം എന്താ, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്ലാച്ചിമടയിൽ ആ പ്രദേശത്തുകാര് ഏതാണ്ടൊക്കെ ജനതാദളുകാരാണ്. ജനതാദളിന് ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമമാണ്. ഇച്ചിരി BJPക്കാരുണ്ട്, CPM-മാരുണ്ട്, പിന്നെ സമരത്തിന് സോളിഡാരിറ്റിക്കാരുണ്ട്. അപ്പോ ജനതാദള് നമ്മള് UDF ഉള്ളപ്പോഴാണ് ആ സമരം തുടങ്ങിയത്. അപ്പോ കുറച്ച് LDF സപ്പോർട്ട് അതിനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. പിന്നെ ജനതാദള് UDF-ലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ സോളിഡാരിറ്റി തീരുമാനിക്കാം, ജനതാദള് UDF-ലേക്ക് പോകാൻ പാടില്ല എന്ന് സോളിഡാരിറ്റി പ്രമേയം പാസാക്കിയാൽ എന്താ നിങ്ങൾ പറയാ? അന്തക്കേട് എന്നല്ലാണ് എന്താ പറയാ? അതേമാതിരിയുള്ളൊരു പരിപാടിയാണ്. കിനാലൂർ
കിനാലൂർ പാതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മൾ ഈ ജാഗ്രതാ സമിതിയും സമരവും തുടങ്ങിയത്. അതിന്റെ അജണ്ട കിനാലൂർ പാതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലപ്പുറം ജനജാഗ്രതാ സമിതിയിലെ ചില കോൺഗ്രസുകാര് അവർ വിചാരിക്കുന്നിടത്ത് സോളിഡാരിറ്റിക്കാർ വോട്ട് ചെയ്യും എന്ന് മോഹിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയതെങ്കിൽ ആ പീടിയ പൂട്ടിക്കാളി എന്നേ പറയാനുള്ളൂ. അതെനിക്ക് കച്ചവടം നടക്കൂല കേട്ടോ, അത് പൂട്ടിക്കാളി. ഞങ്ങൾ LDF വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ആർക്കാ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ജനജാഗ്രതാ സമിതിയിൽ പ്രമേയം പാസ്സാക്കുക. ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അങ്ങനെ പ്രമേയം പാസ്സാക്കാൻ ദേവദാസ് പറയട്ടെ, ജനജാഗ്രതാ സമിതിയുടെ വൈസ് ചെയർമാനല്ലേ അദ്ദേഹം. ജനജാഗ്രതാ സമിതി അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? LDF ഈ സമരത്തിൽ പങ്കെടുത്തോല് LDF വോട്ട് ചെയ്യാൻ പാടില്ല, UDF വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ജനജാഗ്രതാ സമിതി ഈ സമരത്തിൽ പങ്കെടുത്ത് BJP-കാരുണ്ടല്ലോ. ഇത് BJP സ്ഥാനാർത്ഥിയുടെ പാടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ BJP-കാരെന്താ പുറത്താക്കാത്തത്? അത് BJP-കാർ പുറത്താക്കാൻ അതിനുള്ള ധൈര്യമില്ല. ഈ ധൈര്യമൊക്കെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഇതാണ്. ഇതിനൊക്കെ ധൈര്യം വേണമല്ലോ. സോളിഡാരിറ്റിയെ പുറത്താക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ കുറച്ച് പത്രക്കാരുടെ പിന്തുണ കിട്ടും. അടിസ്ഥാന പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ചില പത്രങ്ങളൊക്കെ സോളിഡാരിറ്റി, തീവ്രവാദം എന്നൊക്കെ നിങ്ങളെ ഫ്ലാഷ് ഒക്കെ വന്നപ്പോ നമ്മുടെ സമിതിയുടെ ജനജാഗ്രതാ സമിതിയുടെ ചെയർമാനും നേതാക്കന്മാരൊക്കെ കടകളാ മുട്ട് പറക്കാൻ തുടങ്ങി. ഈ മുട്ടുപറ മാറ്റാൻ വേണ്ടിയാണ് സോളിഡാരിറ്റിയെ പുറത്താക്കുന്നത് എന്നൊരു പ്രസ്താവന ഇറങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഇതുകൊണ്ട് സാധിച്ചെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ബസ് ഈ തീവ്രവാദ ടാഗ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പുറത്താക്കിയത്. പുറത്താക്കിയോ. ഞങ്ങൾ തീവ്രവാദികളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സത്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, നെഞ്ചു വിരിച്ച് അന്തസ്സോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, ധീരന്മാരായിട്ടുള്ള ആളുകൾ, അവർ ചരിത്രത്തിൽ എന്നും തീവ്രവാദികളാണ്. ഭഗത് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ കാണാപ്പാടം പഠിക്കും. ധീര രക്തസാക്ഷി, ധീര രക്തസാക്ഷി, ധീര എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാപ്പാടം പഠിക്കും. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്നത്തെ പത്രങ്ങൾക്കും അന്നത്തെ ഭരണാധികാരികൾക്കൊക്കെ ഭഗത് സിംഗ് തീവ്രവാദിയായിരുന്നു. നമ്മുടെ VS അച്യുതാനന്ദൻ അദ്ദേഹം തീവ്രവാദി എന്ന് ആരോപിക്കപ്പെട്ട് പോലീസിന്റെ ഇടി കിട്ടി അവസാനം മരിച്ചു എന്ന് കരുതി ഒരു അന്നത്തെ സർ CP-യുടെ പോലീസുകാര് ഒരു കാട്ടിൽ തള്ളിയിട്ട് അവിടെ എണീറ്റ് വന്ന സഖാവാണ്. മനസ്സിലാക്കണം, അന്ന് അദ്ദേഹം തീവ്രവാദിയായിരുന്നു. നമ്മളെ മുസ്ലിം ലീഗുകാരാണ് ഇപ്പൊ തീവ്രവാദത്തിനെതിരെ, ഈ വാതരോഗത്തിനെതിരെ ഏറ്റവും മികച്ച കഷായം ഉണ്ടാക്കുന്ന ആളുകളാണ് ലീഗുകാർ. എല്ലാ തീവ്രവാദം മാത്രമല്ല, എല്ലാ വാതരോഗം അവർ മാറ്റിക്കൊടുക്കും. ഈ ലീഗുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, 65-ൽ കേരളത്തിൽ ആദ്യമായിട്ട് ലീഗുകാര് മന്ത്രിമാരായ 2 ലീഗുകാർ മന്ത്രിമാരായത് 65-ൽ EMS-ന്റെ മന്ത്രിസഭയിലാണ്. CH-ഉം പിന്നെ അഹമ്മദ് ഒരിക്കലും. എന്താ കോൺഗ്രസ്സുകാർ കൂട്ടായിരുന്നത്? അന്ന് കോൺഗ്രസ്സുകാർക്ക് ലീഗ് തീവ്രവാദികളായിരുന്നു, ഭയങ്കര തീവ്രവാദികൾ. അടുപ്പിക്കാൻ പറ്റൂല എന്നാണ് ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചത്. അന്ന് നമ്മുടെ മഹാനായ CH മൂപ്പർക്ക് സ്പീക്കറാകാൻ വേണ്ടിയിട്ട് ലീഗിന്ന് രാജിവെക്കാൻ പറഞ്ഞ പാർട്ടിയാ കോൺഗ്രസ്. അപ്പോ അതുവരെ ആ കാലം വരെ ലീഗുകാരും കോൺഗ്രസുകാരുടെ കാഴ്ചപ്പാടിൽ തീവ്രവാദികളായിരുന്നു. എങ്ങനെ ഈ വാതരോഗം മാറിയത്? വാതരോഗം മാറാൻ വളരെ സിമ്പിളാ. ഒരു കഷായം കുടിക്കണ്ട, കുനിയാൻ പറയണത് നിരങ്ങ, അപ്പൊ എല്ലാ തീവ്രവാദവും മാറിക്കൊടുക്കും. അടിയന്തരാവസ്ഥ വന്നു. എന്താ അടിയന്തരാവസ്ഥ? നമ്മുടെ സഞ്ജയ് ഗാന്ധി ഉത്തരേന്ത്യയിലെ നഗരങ്ങളിലെല്ലാം പോയി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് വരിയുടച്ചു, സ്റ്റെറിലൈസേഷൻ നടത്തി. ലക്ഷക്കണക്കായ മുസ്ലിം ചെറുപ്പക്കാരെ, അവരുടെ റീപ്രൊഡക്ടിവിറ്റി, അവരുടെ പ്രജനനശേഷി നശിപ്പിച്ചു. ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മുസ്ലിം ഗല്ലികൾ മുഴുവൻ ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചു നിരത്തി റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കൈമാറി. ആ കാലത്ത് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നെറികെട്ട നിലപാടുകളെയും പിന്തുണച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു. അതുകൊണ്ടാണ് വാതരോഗം മാറിക്കിട്ടിയത്, മനസ്സിലാക്കണം. പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കാൻ വന്നു RSSകാര്. നരസിംഹറാവു, കോൺഗ്രസുകാരനായ നരസിംഹറാവു എല്ലാ സഹായം ചെയ്തു കൊടുത്തു. സേട്ട് സാഹിബ് വരെ പറഞ്ഞു ഇതിനെതിർക്കണം. ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാ, മൂപ്പര് പറഞ്ഞു എതിർക്കണം. എന്തു സംഭവിച്ചു? മൂപ്പർക്കും വന്നു വാതരോഗം. ഒഴിവാക്കി. വാതരോഗി എന്ന നിലയ്ക്ക് സേട്ട് സാഹിബിനെ പുറത്താക്കി. ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്നു.
അപ്പോ തീവ്രവാദം എന്ന് പറയുന്നത് എനിക്ക് ജാഗ്രതാ സമിതിക്കാരോട് പറയാനുള്ളത്, ഇതുകൊണ്ടൊന്നും ഈ വാദരോഗത്ത് രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾ നിലപാടുകൾ കൈയൊഴിക്കുന്നുണ്ടോ, എന്ന് നിലപാടുകൾ കൈയൊഴിക്കുന്നുണ്ടോ അന്ന് നിങ്ങൾ മിതവാദികളാവും. എന്ന് അന്തസ്സോടുകൂടി നീതിയുടെ പക്ഷത്തു നിന്ന് നിലപാടുകൾക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിന്നോ അന്ന് നിങ്ങൾ തീവ്രവാദികളാവും. അതുകൊണ്ട് ഞങ്ങൾ സോളിഡാരിറ്റിക്കാർ കറകളഞ്ഞ തീവ്രവാദികളാണ് ആ അർത്ഥത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാദരോഗം കൊണ്ട് തന്നെ ഈ ജനതയെ ഞങ്ങൾ കീഴടക്കും, ഈ ജനതയുടെ മനസ്സിനെ ഞങ്ങൾ കീഴടക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ജാഗ്രതാ സമിതിക്കാർ പീടിമുട്ടി പോകാമെന്ന് വിചാരിക്കണ്ട. 13-ാം തീയതി നമ്മളെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ ജാതി ഒരു പരിപാടി നടത്തൂല എന്ന മനസ്സമാധാനത്തിലാണ് നിങ്ങൾ ആംപ്ലിഫയറും പെട്ടിയിലാക്കി ഇവിടുന്ന് മടങ്ങിയതെങ്കിൽ അങ്ങനെയല്ല എന്നതിന്റെ സൂചന ഇവിടെ വെച്ച് തന്നെ സാക്ഷാൽ VM സുധീരൻ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സുധീരൻ അറിയ കാര്യങ്ങൾ, അതുകൊണ്ട് മൂപ്പര് സോൾഡാറ്റിയെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്കാണ് ഇത് പ്രശ്നം. കാര്യം സുധീരൻ മിണ്ടിയിട്ടില്ല. എന്താ സുധീരൻ മിണ്ടാത്ത? സുധീരൻ അറിയാം എന്താ സോളിഡാരിറ്റി എന്ന്. കാരണം കേരളത്തിലെ സമരനിലങ്ങളിൽ നിരവധിയായ സമരനിലങ്ങളിൽ സോളിഡാരിറ്റിയോടൊപ്പം ധീരമായി ഉറച്ചു നിന്ന രാഷ്ട്രീയ നേതാവാണ് സുധീരൻ. അപ്പൊ അതുകൊണ്ടാണ് സുധീരൻ ഇവിടുന്ന് കാര്യമായിട്ട് പറഞ്ഞെന്താ, കിനാലൂർ സമരം വരാനിരിക്കുന്ന സർക്കാരിന് ഒരു താക്കീതാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, ജാഗ്രതാ സമിതിക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത്. എന്താ സുധീരൻ പറഞ്ഞേ? സുധീരൻ പറഞ്ഞത് നമ്മളെ സർക്കാർ വന്നാൽ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും കാര്യം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇത് സുധീരൻ നമ്മളോടൊക്കെ പങ്കുവെക്കുന്ന ആശയമാണ്. നിങ്ങൾ സോളിഡാരിറ്റിനെ ജാഗ്രതാ സമിതി എന്നല്ലേ പുറത്താക്കിയത്? ഈ സുധീരനെ കുറച്ചു മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കിയത് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ നമ്മളെ കോൺഗ്രസ്സുകാർ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തില് തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തി. എന്താണ്? കേരള ഡെവലപ്മെന്റ് കോൺഗ്രസ്. എല്ലാവരും നടത്തണം. അപ്പൊ മൂപ്പർക്ക് തോന്നി നമ്മളതിൽ കിടക്കട്ടെ നടത്തി. CPM നടത്തുന്നത് വികസന കോൺഗ്രസ്, പഠന കോൺഗ്രസ്, സോളിഡാരിറ്റി നടത്തുന്നത് ജനപക്ഷ കോൺഗ്രസ്. അപ്പം മൂപ്പർക്കും തോന്നി ഒന്ന് നമ്മളിരിക്കട്ടെ. അങ്ങനെ കേരള ഡെവലപ്മെന്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് തുടങ്ങി. അതിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോ നമ്മളെ സുധീരൻ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. VM സുധീരൻ. ആ കാഴ്ചപ്പാടുകൾ കേരളത്തിൽ സോളിഡാരിറ്റിയെ ഒക്കെ ഉയർത്തുന്ന കാഴ്ചപ്പാട് തന്നെയായിരുന്നു വികസനവുമായി ബന്ധപ്പെട്ട്. ഇതേ കിടക്കണം. ഇന്നലെ കോൺഗ്രസിൽ വന്ന അബ്ദുള്ളക്കുട്ടി ബഹളം വെച്ച സ്റ്റേജിൽ കോൺഗ്രസിലെ സീനിയർ നേതാവായിട്ടുള്ള സുധീരനെ അപമാനിച്ചുകൊണ്ട് അവിടെ വെച്ച് അബ്ദുള്ളക്കുട്ടി സംസാരിച്ചു. വിഷണ്ണനായ അങ്ങേയറ്റം പ്രയാസപ്പെട്ട സുധീരൻ പത്രക്കാരോട് ഈ വികാരങ്ങൾ പങ്കുവച്ചു. നമ്മൾ മറക്കരുത്, 1.5 മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. എന്നിട്ട് ഇന്നലെ കോൺഗ്രസിലേക്ക് കടന്നു വന്ന അബ്ദുള്ളക്കുട്ടി പാരമ്പര്യമുള്ള കോൺഗ്രസുകാരനായ സുധീരനെ അപമാനിച്ചപ്പോ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ആരുടെ കൂടെയാണ് നിന്നത്? സുഹൃത്തുക്കളെ, സുധീരന് വേണ്ടി ഒരു വാക്ക് പറയാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം സന്നദ്ധമായി. എന്നിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു, ലിസ്റ്റ് ഉണ്ടാക്കല്. എന്ത് പരിപാടി അത്! നമ്മളൊരു സസ്പെൻസ് സിനിമ കാണുന്ന, ത്രില്ലർ സിനിമ കാണണമാതിരി അതിങ്ങനെ ഓരോ ഇങ്ങനെ ദിവസങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ഡൽഹിക്ക് പോകുന്നു, അവിടുന്ന് കേരള ഹൗസിൽ പോകുന്നു, കേരള ഹൗസിൽ നിന്ന് AICC ഓഫീസിൽ പോകുന്നു, അവിടുന്ന് 10 ജനപദ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകുന്നു, പിന്നാലെ നമ്മളെ രമേശ് പോകുന്നു, മേസ്ത്രി പോകുന്നു. ഇങ്ങനെ കോൺഗ്രസിന്റെ കതറിട്ട ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും അങ്ങോട്ട് വിമാനം. അതൊരു ഹരമായിരുന്നു ആ ദിവസങ്ങൾ. സീറ്റ് നിർണയം എന്ന് പറയുന്നു. സുധീരന്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസുകാരൻ. എന്തുകൊണ്ടാ സുധീരന് സീറ്റ് കൊടുക്കാതിരുന്നത്? മുഖസൗന്ദര്യമില്ലാഞ്ഞിട്ടാ. ജയാഡാളിക്ക് സീറ്റ് കൊടുത്തില്ല, അവളെ കാല് വയ്യാന്നാണ് രമേശ് പറഞ്ഞത്. സുധീരൻ എന്താ കൊടുക്കരുത്? സുധീരന് കൊടുക്കാതിരുന്നത് വളരെ ലളിതമാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന വികസന നയത്തിന് വിരുദ്ധമായ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ലൈൻ സുധീരൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. രമേശൻ ഞങ്ങൾക്കറിയാം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ
ഹൈവേ സമരം. എന്താ ഹൈവേ സമരം? ഇപ്പൊ നമ്മളെ കിനാലൂർ സമരം പറഞ്ഞിട്ടല്ലേ നമ്മളെ ഇവിടുത്തെ ബഹളമൊക്കെ. എന്താ ഈ കിനാലൂര് മാളിക്കടവിൽ നിന്ന് ഇവിടം വരെയുള്ള ചെറിയൊരു എത്ര കിലോമീറ്ററാണ്? 15. ചെറിയൊരു റോഡിന്റെ വിഷയമാണ് സുഹൃത്തുക്കളെ. ഒരു 100 കിനാലൂരിന്റെ കഥയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടും എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ 100 ആളുകളാണ് കുടിയിറക്കപ്പെടുന്നതെങ്കിൽ അതിൽ 1,00,000 ആളുകളാണ് വീട് പോണത്. ആ വിഷയത്തിൽ UDFന്റെ സമീപനം എന്താ? കോൺഗ്രസിന്റെ സമീപനം എന്താ? രമേശ് ചെന്നിത്തലയുടെ സമീപനം എന്താ? ആ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ സംഘടിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന സോളിഡാരിറ്റി. ആ സമരത്തിൽ സോളിഡാരിറ്റിയോടൊപ്പം സുധീരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നടന്ന സർവകക്ഷി യോഗത്തിൽ സുധീരന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി ഉയർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ സുധീരന് നന്നായിട്ട് അറിയാം ഇവര് വന്ന എന്താ നടക്കാൻ പോണത്. എക്സ്പ്രസ് ഹൈവേ വന്നത് ഇവർ ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ജനജാഗ്രതാ സമിതിക്കാര്, നമ്മളെ കിനാലൂർ ജനജാഗ്രതാ സമിതിക്കാര് UDF വന്നാൽ സർവം ശുഭം, അങ്ങനെ കേസ് നോക്കി രക്ഷപ്പെട്ട് സോൾഡാറ്റിക്കാർ ഇങ്ങനെ കോടതിക്കാരെന്നൊക്കെ നോക്കി ഇങ്ങനെ സുഖിച്ച് കഴിയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് സുധീരൻ അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ അതൊന്നും പറയാ സോൾഡാറ്റിയെ കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പറയാതിരുന്നത്. അദ്ദേഹത്തിന് ഞോളുള്ളത് കൊണ്ടാണ്, വിവരമുള്ളത് കൊണ്ടാണ്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും ജനകീയ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ച് ഒരു വിഷയം ഞാൻ പറയാം. ഇപ്പോ LDFന് വോട്ട് ചെയ്തു എന്നാണല്ലോ ഒരു വിഷയം. കിനാലൂർ സമരം, കിനാലൂർ വിഷയം ഉണ്ടായത് LDF ഭരണത്തിലാണ്. ആ LDF ഭരണത്തിനും സോളിഡാരിറ്റി വോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഈ ജനകീയ രാഷ്ട്രീയത്തെയും പാർലമെന്റ് രാഷ്ട്രീയത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. ഒരു മുന്നണിക്ക് വോട്ട് നൽകി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ആർക്കെങ്കിലും വോട്ട് നൽകുന്നത് നേരത്തെ ഇവിടെ നജീബ് സൈൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ചിട്ടല്ല. ഒരു വിഷയത്തിൽ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുക, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുക. ആ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയുടെ ലൈൻ. അപ്പൊ കഴിഞ്ഞ തവണ LDFന് വോട്ട് ചെയ്തു, LDF അധികാരത്തിൽ വന്നു. പക്ഷെ LDF അധികാരത്തിൽ വന്നതിന് ശേഷവും ആരായിരുന്നു സുഹൃത്തുക്കളെ ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ? ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോളിൽ ആരാ ഉണ്ടായിരുന്നത്? കേരളത്തിൽ ജനകീയ സമരങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ നയവൈകല്യങ്ങളെ തെരുവിൽ നെഞ്ചുവിരിച്ച് എതിർത്ത് തോൽപ്പിച്ചത് ആരാ? യൂത്ത് കോൺഗ്രസുകാരാ? ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ ഏതെങ്കിലും ഒരു സമരരംഗത്ത് നിങ്ങൾ കണ്ടിരുന്നോ കഴിഞ്ഞ LDF ഭരണകാലത്ത്? അവര് ലിജു വേണോ സിദ്ദീഖ് വേണോ എന്ന് പറഞ്ഞ അടികൂടുകയെന്നല്ലാതെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞ LDF ഭരണകാലത്ത് യൂത്ത് കോൺഗ്രസുകാരെ നിങ്ങൾ സമരഭൂമിയിൽ കണ്ടിരുന്നു? അപ്പൊ LDFന് വോട്ട് ചെയ്തത് കൊണ്ടോ UDFന് വോട്ട് ചെയ്തത് കൊണ്ടോ ആരുടെയെങ്കിലും കക്ഷത്ത് ഒതുങ്ങി നിൽക്കുവാൻ സോളിഡാരിറ്റിക്ക് കഴിയില്ല. ഇപ്പൊ സോളിഡാരിറ്റിയുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അത് ഏതെങ്കിലും ഒരു സമരം ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദീർഘമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ബാബരി മസ്ജിദ് വിഷയത്തിലാണ്. ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൽ ഒന്നാം പ്രതി RSSഉം രണ്ടാം പ്രതി കോൺഗ്രസുമാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലല്ലോ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ അത് ചോദിക്കാത്തത്? ഇപ്പോ ബാബരി മസ്ജിദ് പൊളിക്കുമ്പോ 1992 കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു G. കാർത്തികേയൻ. ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ 4ാം പക്കം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു ആ സർക്കാർ. ആ മന്ത്രിസഭയിൽ അംഗമാണ്, അന്നത്തെ കേരള മന്ത്രിസഭയിൽ അംഗമാണ് G. കാർത്തികേയൻ. ആ G. കാർത്തികേയൻ ഇത്തവണ അരുവിക്കരയിൽ നമ്മൾ വോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാ നിങ്ങൾ ആ വിഷയം പറയാത്ത? കരീമിന്റെ വിഷയം മാത്രം പറയണെന്താ?
കാർത്തികേയനും കൊടുത്തിട്ടുണ്ടല്ലോ വോട്ട്. കരീം സോളിഡാരിറ്റിയെ തെറി പറഞ്ഞ ആളാണ്, എന്നിട്ടും വോട്ട് കൊടുക്കണു. കിനാലൂർ സമരത്തെ തള്ളിക്കളഞ്ഞ ആളാണ്, എന്നിട്ട് വോട്ട് കൊടുക്കണു എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് കാർത്തികേയന് കൊടുത്ത വോട്ടിനെ കുറിച്ച് പറയാത്തത്? അപ്പൊ കാർത്തികേയന് വോട്ട് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രാഷ്ട്രീയ വിശകലനമുണ്ട്. അത് ഞങ്ങൾക്ക് വിട്ടുതരിക. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? കാർത്തികേയൻ അരുവിക്കരയിൽ ഇത്തവണ കാർത്തികേയനാണ് വോട്ട് നൽകേണ്ടത് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ സംഘടനാപരമായ കാരണങ്ങൾ ഉണ്ടാകാം, അതിന്റെ വിശകലനത്തിലെ വിഷയങ്ങൾ ഉണ്ടാകും. അത് വെച്ച് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. 125 മണ്ഡലങ്ങളിൽ LDF-നാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. ഒരു മണ്ഡലത്തിന് വിട്ടേക്കാൻ തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. അതില് കിനാലൂർ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അത് മാറ്റണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ സുഹൃത്തുക്കൾ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? നാളെ വന്നിട്ട് നിങ്ങൾ പറയില്ലേ ഹിറാ സെന്റർ ഇവിടെ പറ്റൂല അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? നിങ്ങൾ എന്താ ഹിറാ സെന്റർ ഇവിടെ ഉണ്ടാക്കിയിരിക്കണേ? അപ്പുറത്ത് ഇതിനേക്കാൾ സൗകര്യം ഉണ്ടല്ലോ അവിടെ ഉണ്ടാക്കുക എന്ന് ഈ ചെയർമാൻ വന്നിട്ട് പ്രസംഗിച്ച നമ്മൾ എന്താ ചെയ്യാ? ഇങ്ങനൊക്കെ ഉണ്ട് ഒരു നിലപാടെടുക്കല്. നമ്മൾ എന്തിനാ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്? നമ്മൾ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് ഈ രാക്ഷസ പാത വരാൻ പാടില്ല എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. ആ സമരം നമ്മൾ സുന്ദരമായി നടത്തി, വളരെ പ്രൊഫഷണലായി നടത്തി. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോളിഡാരിറ്റി ചെയ്ത സംഭാവനകൾ ദേവദാസ് കുറെ പറഞ്ഞു. സോളിഡാരിറ്റി ഏതൊരു സമരം നടത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വിഷയത്തെ, ആ ഇഷ്യൂവിനെ വളരെ തറവായിട്ട് സ്റ്റഡി ചെയ്യും, പഠിച്ച് രേഖയുണ്ടാക്കിയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ പറയും എന്ന് മാത്രമല്ല അതിന് ബദൽ വഴികൾ സമർപ്പിക്കുകയും ചെയ്യും. ഇതാണ് സോളിഡാരിറ്റിയുടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ആ നിലയിൽ ഏറ്റവും പ്രൊഫഷണലിസത്തോടുകൂടി, ഏറ്റവും സർഗാത്മകതയോടുകൂടി, ഏറ്റവും ധീരമായി കിനാലൂർ സമരത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ വിജയിപ്പിച്ചു. അതാണ് നമ്മുടെ അഗ്രിമെന്റ്, അതാണ് നമ്മുടെ ജനജാഗ്രതാ സമിതി എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഫയല് വളരെ ഭംഗിയായി ഫിനിഷപ്പ് ചെയ്തു. ഇനി എന്തെങ്കിലും വേണ്ടിയുണ്ടോ? പിന്നെ അതുമായിട്ട് വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. സമരം വേണം, തടയാം. ലാത്തി ചാർജാണ്, അത് വെടിവെപ്പാണ്, അത് എന്ത് വേണം ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം. അതല്ലേ ഒരു സമരത്തിന്റെ ഡീസൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ സമരത്തിന്റെ ഇടയിൽ വന്ന ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം സോളിഡാരിറ്റി സ്വീകരിക്കണം എന്ന് പറഞ്ഞാല് അത് ആ പരിപ്പ് വേവൂല എന്ന് തന്നെ ഞങ്ങൾ പറയാനുള്ള. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇതിന്റെ ഇടയിൽ വേറൊരു ഇലക്ഷൻ വന്നിരുന്നു. ഇതിന്റെ ഇടയിൽ ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് നമ്മൾ ഇവരുടെ മുമ്പിൽ നിർദ്ദേശം വെച്ചു. നമ്മൾ ഇവിടുത്തെ ഒരു ജനകീയ ഇഷ്യൂമായിട്ടാണല്ലോ സമരം. പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ അതായത് പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനമാണല്ലോ. നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ജനജാഗ്രതാ സമിതിയുടെ പേരിൽ മത്സരിക്കാം എന്ന നിർദ്ദേശം സോളിഡാരിറ്റി ഔദ്യോഗികമായി വെച്ചു. സോളിഡാരിറ്റിയുടെ ജില്ലാ നേതൃത്വം ഇവര് കേട്ടില്ല. അപ്പൊ കോൺഗ്രസ്സുകാരെ പിന്നാലെ പോയി. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരെ കൂടെ പോവാ, ഞങ്ങൾ വെക്കുന്ന രാഷ്ട്രീയ നിർദ്ദേശം ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയണതൊക്കെ ഞങ്ങൾ അംഗീകരിക്കണം. ഇതെന്താ കുടിയാൻ ബന്ധം? നിങ്ങൾ വലിയ ജന്മിമാര്, നമ്മൾ കുടിയാന്മാരോ? എന്താ നിങ്ങൾ വിചാരിച്ചത്? ആ കാലമൊക്കെ കഴിഞ്ഞിട്ടോ? അതൊക്കെ പണ്ട് രമേശ് ചെന്നിത്തലയുടെ സവർണ ആധിപത്യം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ അത് സോളിഡാരിറ്റിയോട് നടക്കൂല. നിങ്ങൾ പറയുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുക, നിങ്ങൾ പറയുന്നിടത്ത് മത്സരിക്കുക, നിങ്ങൾ പറയുന്നവർക്ക് പിന്തുണ കൊടുക്കുക. എന്തെങ്കിലും വിചാരിച്ചിരിക്കണേ? അപ്പൊ ആജാതി വേലകളൊന്നും വേണ്ട. നമുക്ക് കാര്യങ്ങൾ സൗഹൃദത്തിൽ ഓക്കെ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു നമുക്ക് മത്സരിക്കാം. നിങ്ങൾ കേട്ടില്ല, നമ്മൾ ബഹളം ഉണ്ടാക്കിയോ? ഞങ്ങൾ പൊതുയോഗം വെച്ചോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനകീയ മുന്നണിയായിട്ട് മത്സരിക്കാം, ഈ സമിതിയുടെ പേരിൽ മത്സരിക്കാം എന്ന നിർദ്ദേശം വെച്ചു. നിങ്ങൾ അംഗീകരിച്ചില്ല. അതിന്റെ പേരിൽ നമ്മൾ ബഹളം ഉണ്ടാക്കിയോ? ജനാധിപത്യ ബോധമുള്ള ഒരു പ്രസ്ഥാനം അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ലൈനിൽ പോയി, നിങ്ങൾ നിങ്ങളുടെ ലൈനിൽ പോയി. ബസ് ഈ സമരസമിതി പൊളിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. അതാണ് ഒരു മാന്യതയുള്ള ഒരു ജനകീയ പ്രസ്ഥാനം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു 2 കാരണം മാത്രം. ഒന്ന് കോൺഗ്രസിനുള്ള വിധേയത്വം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ
അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കണം. എത്ര 2 ദിവസം കൂടിയുള്ള നമുക്ക് അതിനെക്കുറിച്ച് പ്രൊഡക്ഷൻ നടത്താൻ ഞാനില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയോ അവർ പ്രതീക്ഷിക്കുന്നു. ഒന്നത്. രണ്ടാമത്തത് ബേജാറ് തന്നെ. മുട്ടുറക്കം, ഈ തീവ്രവാദം എന്ന് 2 ചാനലിന്റെ ലേഖകന്മാർ പറയുമ്പോഴേക്ക് കടകടാ പറക്കാൻ തുടങ്ങി. ഇത് രണ്ടുമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അത് ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയൂല എന്നേ പറയാൻ. ഞങ്ങൾ തീവ്രവാദമൊക്കെ അവസാനിപ്പിക്കണം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയൂല. കാരണം ഞങ്ങൾ ഉണ്ടായത് തന്നെ അങ്ങനെ കഴിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇപ്പൊ ഇവിടുത്തെ പത്രക്കാരും രമേശ് ചെന്നിത്തലൊക്കെ ചേർന്ന് പത്രസമ്മേളനം നടത്തി പറയാ സോളിഡാരിറ്റി നല്ല മിതവാദ സംഘടനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഫീസ് പൂട്ടുന്നതാണ് നല്ലത്, പിരിച്ചുവിടുന്നതാണ് നല്ലത്. കാരണം ഞങ്ങൾ മിതവാദ സംഘടനയാകുന്നു, ഞങ്ങൾ തീവ്രവാദം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ നിലപാടുകൾ, നീതിക്ക് വേണ്ടിയുള്ള ധീരമായ നിലപാടുകൾ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഉപേക്ഷിക്കുവാൻ സോളിഡാരിറ്റി സന്നദ്ധമല്ല. ഈ കിനാലൂരിലും പനങ്ങാങ്കരയിലുമുള്ള ജനജാഗ്രതാ സമിതിക്ക് വേണ്ടിയും അത് ഉപേക്ഷിക്കുവാൻ, അവരുടെ ധൈര്യത്തിന് വേണ്ടിയും അവരുടെ മുട്ടുവിറ മാറാൻ വേണ്ടിയും അത് ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരല്ല. ചങ്കിൽ ചോരയുള്ള കാലത്തോളം 2003 മെയ് മാസത്തിൽ ഈ പ്രസ്ഥാനം മുതലക്കുളം മൈതാനിയിൽ പറന്നു വീഴുമ്പോ എന്താണോ പ്രഖ്യാപിച്ചത്, എന്ത് നിലപാടാണോ എടുത്തത്, ആ നിലപാട് ചങ്കിൽ ചോരയുള്ള കാലത്തോളം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സോളിഡാരിറ്റിയുടെ തീരുമാനം. ആ തീരുമാനവുമായി ജനകീയ പിന്തുണയോടുകൂടി സോളിഡാരിറ്റി മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.